സുപ്രീം കോടതിയുടെ ഒരു വിധി വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ഇരട്ട വോട്ടുകാർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. ഈ മത്സരിച്ച് ജയിച്ചാൽ അത് റദ്ദാക്കപ്പെടും. സത്യത്തിൽ ഈ വിധി നമ്മുടെ രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് നടത്തിയ വോട്ട് ചോരി ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ അധികരിച്ചുകൊണ്ടാണോ അതോ മോദി സർക്കാർ കൊണ്ടുവന്ന ഈ SIR വോട്ടർ പട്ടിക, സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം, അതിനെ സാധൂകരിക്കുന്നതാണോ? എന്താണ് സാർ ഇതിനകത്ത് സുപ്രീം കോടതിയുടെ ഈ വിധി വാസ്തവത്തിൽ ആരുടെ, കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയാണോ അതോ പ്രതിപക്ഷ നേതാവിൻ്റെ നടപടിയാണോ അനുകൂലിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് പ്രതിപക്ഷ നേതാവിനൊരു ഇരട്ട പ്രഹരമാണ് ഇരട്ട വോട്ട് വഴി തടയുന്നത് വഴി ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചിരുന്നത് ഇരട്ട വോട്ടല്ല, വ്യാജ വോട്ടുകൾ ഉൾപ്പെടെ ബീഹാറിൽ നിലനിർത്തുക എന്നുള്ളതാണ്. 65 ലക്ഷത്തിന് വരുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വെട്ടിക്കളഞ്ഞതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരായിരുന്നു. ആ സത്യം മരിച്ചുപോയവരുണ്ട്, വോട്ടുകളുണ്ട്, സ്ഥലം മാറിപ്പോയവരുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട്, വ്യാജ വോട്ടുകളുണ്ട്, പിന്നെ വിദേശ പൗരന്മാരുടെ വോട്ടുകളും, ബംഗ്ലാദേശികളുടെ, റോഹിംഗ്യകളുടെ വോട്ട്. അത് നമ്മുടെ നാട്ടിൽ വന്ന് നുഴഞ്ഞു കയറി താമസിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവർ വിദേശികളാണ്. അത് സുപ്രീം കോടതി തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയും പേരുടെ വോട്ട് മാറ്റിയിട്ട് ആകെ ഉയർന്നത് 2 പരാതിയാണ്. 2 പേരെ അവിടെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്താനും കഴിഞ്ഞുള്ളൂ. അത് ലക്ഷക്കണക്കിന് ആളുകളുടെ പേര് പറയുമ്പോൾ 2 പേരുടെയൊക്കെ പിഴവ് വരിക സ്വാഭാവികമാണ്. അത് സുപ്രീം കോടതിക്ക് മനസ്സിലായി. സുപ്രീം കോടതി അതുകൊണ്ടാണ് പറഞ്ഞത് SIR ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കണം, ഒരിടത്ത് പോരാ. അതെ, എന്തുകൊണ്ട് ഇത് ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കാനാണ് സുപ്രീം കോടതിയുടെ ആഗ്രഹം. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ ഇരട്ട വോട്ട് തടയുന്നതിനുള്ള നമ്പർ. ഒരാൾക്ക് ഒരു വോട്ടർ ID എന്ന് പറയുന്നതിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇത് വളരെ വിപ്ലവകരമായൊരു മാറ്റമാണ് ഇന്ത്യൻ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് TN ശേഷനാണ് ആദ്യമായിട്ട് വോട്ടർ ID എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നത്. അതായത് ഫോട്ടോ പതിച്ച വോട്ടർ ID. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, ഫോട്ടോ പതിച്ച വോട്ടർ ID കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇനി ഇലക്ഷൻ നടത്തൂല. അന്ന് ഭയങ്കര വിപ്ലവമാണ്. അതെ, അന്ന് പിന്നെ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസ് ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർ അതിനെതിരായിരുന്നു. വലിയ രീതിയിൽ അത് തടസ്സപ്പെടുത്തുക മാത്രമല്ല, ഇത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. ഭയങ്കരമായ ഭാരിച്ച ചെലവ് വരുന്ന ഒരു സാധനമാണിത്, നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? പല സംസ്ഥാനങ്ങളിലും ഈ വോട്ടർ പട്ടിക, ഈ വോട്ടർ ID വന്നു കഴിഞ്ഞാൽ കള്ളവോട്ട് ചെയ്യാൻ പറ്റാതാവും. അതോടെ പല രാഷ്ട്രീയ പാർട്ടികളും നടക്കില്ല, പിന്നെ പെട്ടി കൊണ്ടുവന്ന് തിരിമറി നടത്തുന്ന പരിപാടികൾ നടക്കില്ല. ഇതെല്ലാം തടയപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ എതിർത്തത്. ശേഷം പറഞ്ഞു എന്നാൽ പിന്നെ ഇലക്ഷൻ നടത്തുന്നില്ല. അപ്പോൾ ആള് ബഹളമായി സുപ്രീം കോടതി പോവുകയായി. സുപ്രീം കോടതി പറഞ്ഞു, ശേഷം പറഞ്ഞു ഇത് വലിയ ഭാരിച്ച സാധനമാണ്, ഇതൊരു ചെലവ് കൂടിയതാണ്, നടപ്പിലാക്കാൻ പറ്റാതെ. ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയും വിശദീകരിച്ചു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഇലക്ഷൻ നീട്ടിവെക്കാനൊന്നും, ഒരു കാരണം പറഞ്ഞ് ഇങ്ങനെ നീട്ടിവെക്കാനൊന്നും പറ്റില്ല. ഇലക്ഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലാണ്, നടത്തിയേ പറ്റുള്ളൂ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിനും ഒരു നിർദ്ദേശം കൊടുത്തു, ഇത് പരിഗണിക്കേണ്ടതാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇലക്ഷൻ പരിഷ്കരണത്തിൽ എപ്പോഴും സുപ്രീം കോടതിക്ക് ഒരു പങ്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് രണ്ടാമത് വന്നിരിക്കുന്ന ഒരു പങ്കാണ് ഈ വോട്ടർ നമ്പർ. അതായത് ഫോട്ടോയുടെ താഴെയായിട്ട് തന്നെ ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ചോദിക്കും, നമ്പർ ഉണ്ടായാൽ വേറൊരു നമ്പർ അപ്പുറത്തിട്ട് ഒരാൾക്ക് വ്യാജമായി ഉണ്ടായിക്കൂടെ? പറ്റില്ല. കാരണം ഇത് തമ്മിൽ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ആ പേരും നമ്പരും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും വോട്ടുണ്ടോ, വേറൊരു കള്ള വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചെയ്യാക്കുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇന്ത്യയിലെ മുഴുവൻ വോട്ടർ പട്ടികയും പരിശോധിച്ച് ഇത് കേന്ദ്ര ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഇത് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കിത് ചെയ്യാൻ സാധിക്കും. അതായത് നടപടി വരും നടപടി ഉറപ്പാണ് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അയാളുടെ ഇലക്ഷൻ വരെ അസാധുവാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. സ്ഥാനാർത്ഥിത്വം പോവും. ജയിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ അഥവാ കണ്ണിപ്പെടാതെ ജയിച്ചു പോയാൽ പോലും ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ചെന്നാൽ ഇയാളെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ തട്ടും, ജയിച്ച അത് അസാധുവാക്കും. അപ്പൊ ശരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരാൾ ജയിച്ചു വന്നാൽ അയാളുടെ വിജയം
അസാധുവാകും. അപ്പൊ തന്നെ അസാധുവാകും. അത് സുപ്രീം കോടതി വരെ പോകേണ്ട, ഹൈക്കോടതിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക്, കീഴ്ക്കോടതികൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ആണ് ആ ഒരു സുപ്രീം കോടതിയുടെ വിധി. അറിയാമല്ലോ, അതൊരു നിയമമാണ്, രാഷ്ട്രത്തിലെ ഒരു നിയമമാണ്. ആ നിയമം താഴെത്തട്ട് വരെ ബാധകമാകുന്ന ഒരു നിയമമാണ്. വളരെ ശക്തമായ നിയമമാണ്. ഇതോടുകൂടി കള്ളവോട്ടുകൾ ഇല്ലാതാകുന്നത് മാത്രമല്ല, വ്യാജ വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ, പിന്നെ വിദേശികളുടെ വോട്ടുകൾ, ഇതെല്ലാം തടയാൻ കഴിയും. ബീഹാറിൽ ലാലു പ്രസാദിന്റെ ടീമും രാഹുൽ ഗാന്ധിയും ഉദ്ദേശിക്കുന്ന വിദേശ പൗരനെ ഇതിനകത്ത് കയറ്റി വോട്ട് ചെയ്യുക എന്നുള്ള പരിപാടി നടക്കാതാവും. അത് പൊളിഞ്ഞു. കാരണം ഇവർ പറയുന്നത് അതാണ്, ഒരു പ്രത്യേക മതവിഭാഗം, ഞങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ മതവിഭാഗം ഏതാണെന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ പറയാൻ പാടില്ല. കാരണം ഞങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക മതവിഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അർത്ഥം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് തന്നെ തെറ്റാണ്. അല്ലെങ്കിൽ ഒരു ജാതി, ഞങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ജാതി ഉണ്ട്, അതിന്റെ വോട്ടുകൾ, ഇത് അതും അദ്ദേഹം പറഞ്ഞു. ചില ജാതികൾ ഞങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരുണ്ട്, അവരുടെയും ഇങ്ങനെ വെട്ടിക്കളയും. ഇതൊക്കെ ഈ രാജ്യത്ത് ചില അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് സംഘർഷത്തിന് വഴിവെക്കുക. അപ്പൊ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തോന്നണം ആരുടെ പേരാണ് കൂടുതൽ വെട്ടുന്നത്. അപ്പൊ അവരുടെ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് വന്നപ്പോ പറഞ്ഞതുപോലെയാണ്, ഈ നാട്ടിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം പുറത്താക്കാൻ പോവാണ്, അവരുടെ എല്ലാം പൗരത്വം നഷ്ടപ്പെടും എന്ന് പറയും. ഇപ്പൊ വല്ലതും ഉണ്ടോ? അതുപോലെ ആയിരിക്കും ഈ വോട്ട് ചോരിയും അവസാനത്തിൽ വന്ന് നിൽക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിൽ ലഡാക്കിൽ നടന്ന സംഭവത്തിൽ അതിന് ഒരു മാസം മുമ്പേ 10ഓളം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഈ രാജ്യത്ത് നേപ്പാൾ ആവർത്തിക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ കേന്ദ്ര സർക്കാർ അപ്പോൾ തന്നെ NIA കൊണ്ട് അന്വേഷിപ്പിച്ച് നടപടിയെടുക്കേണ്ടതാണ് ഇവർക്കെതിരെ, അല്ലേ? അതെ. അവരെങ്ങനെ ഈ മെസ്സേജ് അവർക്ക് കിട്ടി? ഒരാൾ പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാം. 10ഓളം പേരെ, ഇന്ത്യ മുന്നണിയിലെ 10ഓളം മുതിർന്ന നേതാക്കൾ, ശിവസേന നേതാവ് വരെ പറഞ്ഞിരിക്കുകയാണ് നേപ്പാൾ ആവർത്തിക്കും, ഇന്ത്യയിൽ ആവർത്തിക്കും. അത് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പം നേപ്പാൾ ഇന്ത്യയിൽ ആവർത്തിച്ചിരിക്കുകയാണ് ലഡാക്കിൽ. കേന്ദ്ര ഗവൺമെന്റ് ശക്തമായി ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ എന്താകുമായിരുന്നു സ്ഥിതി? അത് വലിയ പ്രശ്നത്തിലാന്ന് തോന്നുന്നല്ലോ. ചൈന അടിച്ചോണ്ട് പോകും. കാരണം ഇത് അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം. അവർക്ക് സ്നേഹവും ബന്ധവും അത് വേറെ കാര്യം. അന്താരാഷ്ട്ര ബന്ധങ്ങളും റിക്കും ഒക്കെ അവിടെ നിൽക്കും. റിക്ക് നിൽക്കുന്നതിനിടയ്ക്ക് തന്നെ അവർ നമ്മളെ ഇറക്കും. അതിന് അവർക്കറിയാം. ലഡാക്ക് ചിലപ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഇത്ര ശക്തമായിട്ട് അവിടെ ഇടപെട്ടില്ലായിരുന്നു. അപ്പോൾ സർ, ശരിക്കും സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യൻ അതിർത്തികളെ പോലും സംരക്ഷിക്കുന്ന, നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ അഖണ്ഡത എന്ന് പറയുന്നതായിരിക്കും, ഇന്ത്യയുടെ അഖണ്ഡതയെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ഇത് നേരെ ചൊവ്വേ നടത്തിയാൽ ഇനി ആർക്കും വോട്ടർ പട്ടികയെക്കുറിച്ച് ഒരു ക്രമക്കേടും ആരോപിച്ച് രംഗത്ത് ഒരു തട്ടിപ്പും ഇതിന്റെ പേരിൽ നടത്താൻ സാധിക്കും. അതുകൊണ്ട് SIR എന്ന് പറയുമ്പം കോഴിക്കോട്ട് സമരം നടത്താനും തിരുവനന്തപുരത്ത് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും വരരുത്. വരുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം വോട്ടർ പട്ടികയിൽ കള്ള വോട്ട് ചേർക്കാനുള്ളവരാണ്, അടവാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കോണം. കാരണം അത്ര ക്ലിയർ ആയിട്ട് സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഇത് പറഞ്ഞു. ഈ സാധനം എല്ലായിടത്തും വരട്ടെ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ടത്. SIR വരട്ടെ, അങ്ങനെ എല്ലാവർക്കും ഫോട്ടോയും പിന്നെ ID നമ്പരും വരട്ടെ. അങ്ങനെ വോട്ടുകൾ ഒന്നിൽ കൂടുതൽ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് SIRൽ എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് SIRനെ ആരെതിർക്കുന്നോ അവർ ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ അഴിമതി നടത്തുന്നവരാണെന്ന് നാളെ മുതൽ ജനങ്ങൾ വിശ്വസിക്കേണ്ട സാഹചര്യം. എന്തായാലും നമുക്ക് സുപ്രീം കോടതിയുടെ ഈ മാർഗദർശനം വളരെ ഉത്തമമായി എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കോടതി വളരെ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഏതൊക്കെ അവസരങ്ങൾ കിട്ടുമോ അവിടെ എല്ലാം നമ്മുടെ കോടതികൾ അതിശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വരുന്നുണ്ട്. നമ്മൾ കണ്ടതല്ലേ, എല്ലാവരും പറഞ്ഞു ഇപ്പൊ എടുത്ത് കളയും, കാറ്റി പറത്തും, ഒന്നും ചെയ്തില്ല. CAയുടെ കാര്യത്തിലും നമ്മൾ അത് കണ്ടതാണ്. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം അതിനെ ഇങ്ങനെ BJP സർക്കാർ പാസ്സാക്കിയത് കൊണ്ട് മാത്രം അതിനൊരു അയിത്തം കൽപ്പിക്കുന്നത് അതൊരു ശരിയായ നടപടിയല്ല. അതിപ്പോ കോടതി വരുന്ന ഈ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കൊരു പറയാനുള്ളത്, ഈ സുപ്രീം കോടതിയെ പോലും മലീമസമാക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ചില മാധ്യമ കുത്തിത്തിരിപ്പുകാര് ചില കാര്യങ്ങൾ നടന്നുണ്ട്. അതായത് ഇപ്പോ ഒരു ട്രയൽ നടക്കുന്നു. അപ്പൊ അതിൽ ആദ്യം വഖഫ് തന്നെ പ്രശ്നം, ആദ്യം വഖഫിനെ അനുകൂലിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം, ആ തരത്തിലുള്ള പിന്നെ വക്കീലന്മാരാണ് സംസാരിക്കുക.
വഖഫ് ഇതിൽ ഒരുപാട് അപാകതയുണ്ട് എന്ന് സംസാരിക്കുന്ന വക്കീലന്മാർ സംസാരിക്കുമ്പോൾ, കപിൽ സിബലിനെ പോലുള്ള സംസാരിക്കുമ്പോൾ അതിന് ക്ലാരിഫൈ ചെയ്യാൻ ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കും. ഉടനെ തന്നെ ഇവർ അതിനെ അങ്ങ് മാസ്സായിട്ട് അങ്ങ് അതൊരു വലിയ വാർത്തയാക്കി സുപ്രീം കോടതി നിയമം പാസ്സാക്കിയ പോലെ ചോദിക്കും. നരേന്ദ്രമോദിയെ തൂക്കിയെടുത്ത് നിലത്തടിച്ചു എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ, സുപ്രീം കോടതി അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. SIR അല്ല, ഇപ്പൊ SIR എടുത്ത് കളയും എന്ന് പറഞ്ഞ പോലെ വഖഫ് ബോർഡ് ഇപ്പൊ എടുത്ത് കളയും, വഖഫ് നിയമം ഇപ്പൊ എടുത്ത് കളയും എന്നുള്ള രീതിയിലാണ് എല്ലാവരും കരുതിയ. അവസാനം വിധി വരുമ്പോ തിരിഞ്ഞു വരുമ്പം ഇവർ പിന്നെ വിചാരിക്കുന്നത് അറിയാമോ, സുപ്രീം കോടതിയും അവസാനം കേന്ദ്ര ഗവൺമെന്റിന്റെ കാൽ കീഴിൽ പോയി വീണു അവര്. അപ്പൊ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ഗവൺമെന്റ് വക്കീൽ പറയുന്നതൊന്നും ഇവരാരും പിന്നെ പറയത്തില്ല. അതില് കോടതി ചോദിക്കുന്ന കാര്യങ്ങളും ആരും മിണ്ടില്ല. എന്നിട്ട് ഈ ഒരു സാധനം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. എതിർ കക്ഷികൾ, ഗവൺമെന്റിനെതിരായിട്ടുള്ള കക്ഷികൾ എന്ത് പറയുന്നു അത് രാജ്യം മുഴുവൻ പ്രകടിപ്പിക്കും. അതിനെ അനുകൂലിച്ചോ അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിയാനോ ജഡ്ജ് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതും കൂടെ പറഞ്ഞ് സുപ്രീം കോടതിയുടെ ഒരു വിധി പോലെ ആക്കും. എന്നിട്ട് അവസാനം ഇതിന്റെ യഥാർത്ഥ വിധി വരുമ്പം ജനങ്ങൾ സംശയിച്ചു പോകും, സുപ്രീം കോടതി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പാവയായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പലരും ചില സുപ്രധാന വിധികൾ, നല്ല വിധികൾ, ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കുന്ന വിധികൾക്ക് പോലും ഇത്തരം ദുർവിധി ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമാണ്. എന്തായാലും ഇവിടെ സംശയത്തിന് ഇട കൊടുക്കാതെ സുപ്രീം കോടതി SIR-നെ അനുകൂലിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ഇതിനകത്തൊന്നും ആർക്കും, കാരണം നമ്പർ വേണമെന്ന് പറയുന്നത്, ഫോട്ടോ വേണമെന്ന് പറയുന്ന പോലെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഒരു നമ്പർ വേണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി സുപ്രീം കോടതി അതിലൊന്നും ആർക്കും പൂട്ടാൻ കഴിയില്ല. സുവ്യക്തമായ ഒരു നടപടിയാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. വോട്ടർ പട്ടിക പരമപരിശുദ്ധമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.